പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തരായ രണ്ട് പ്രതിഭാസങ്ങളാണ് ചൂടും തണുപ്പും. അതിന് വിശുദ്ധ ലിഖിതം തന്നെ പല ചരിത്ര സംഭവങ്ങൾക്കും ദൃക്സാക്ഷി കൂടിയാണ്. വെളിപാടിൻ്റെ പുസ്തകം ഇപ്രകാരം നമ്മോട് പറയുന്നു: നീ ചൂടോ തണുപ്പോ ഇല്ലാതെ മന്നോഷ്ണനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയുമെന്ന്. ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ദൈവം ഉപകരണമാക്കിയ മോശയെ ഉത്തേജിപ്പിച്ചത് കത്തിയമർന്ന് ചാമ്പലാകാതെ ചുറ്റിനും ചൂടും വെളിച്ചവും നൽകിയ മുൾപ്പടർപ്പാണ്. ഈ പ്രപഞ്ച സൃഷ്ടാവിനെ ഭൂമി വരവേറ്റതും അസ്ഥികളിലേക്ക് തുളഞ്ഞു കയറുന്ന കൊടും തണുപ്പുള്ള രാത്രിയും, വീണ്ടും 3 കൊല്ലം കൂടെ നടന്നവനെ തള്ളിപ്പറയുവാൻ തൻ്റെ അരുമ ശിഷ്യനെടുത്തതും തീകാഞ്ഞു കൊണ്ടിരുന്ന ആ തണുത്ത രാത്രി തന്നെ. ഈ ആഗമന കാലത്തിൻ്റെ 2ാം വാരമായ സമാധാനത്തിൻ്റെ ആഴ്ചയിലൂടെ നാം കടന്നു പോകുമ്പോൾ, പ്രിയരെ, നിർജീവമായ നമ്മുടെ ജീവിതാവസ്ഥകളിലേക്കും പല സാഹചര്യങ്ങളിലേക്കും ഒരു ചൂടായും തണുപ്പായും ഈ ആഗമന കാലഘട്ടത്തിൽ ഉണ്ണിയേശു ആഗതമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.